നമസ്കാരം. യുവത്വം എഴുതിയ ചരിത്രത്തിൽ നേതാക്കൾ ഭയന്ന് വിറച്ചിരിക്കുന്നത് ഇത് ആദ്യമല്ല. പറഞ്ഞു വരുന്നത് രണ്ട് നേതാക്കൾ, രണ്ട് പ്രസ്ഥാനങ്ങൾ. 2025 നേപ്പാളും 2024 ബംഗ്ലാദേശും തമ്മിൽ സാമ്യതകൾ ഏറെയാണുള്ളത്. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയുടെ നേതാവായിരുന്നു ഷെയ്ഖ് ഹസീന. ഇവരാണ് 50 വർഷങ്ങൾക്കു ശേഷം മറ്റൊരു വിപ്ലവത്തിന് ഇരയായത്. അധികാരത്തിന്റെ ആഡംബര മന്ദിരങ്ങൾക്കുള്ളിൽ തങ്ങൾ സുരക്ഷിതരാണെന്ന് വിശ്വസിച്ച ഭരണാധികാരികൾക്ക് തെരുവുകളിൽ ആളിപ്പടർന്ന ജനങ്ങളുടെ വിപ്ലവം എത്രമാത്രം ശക്തമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കാലം അധികമായില്ല. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലും നേപ്പാളിന്റെ ഹൃദയമായ കാഠ്മണ്ഡുവിലും ഉയർന്നു വന്ന ആ രോക്ഷം രണ്ട് പ്രധാനമന്ത്രിമാരുടെ കസേര തള്ളി താഴെയിട്ടു. പതിറ്റാണ്ടുകളായി അധികാരം കൈയാളിയ ഷെയ്ഖ് ഹസീനയും രാജവാഴ്ചയെ തകർത്ത് KP ശർമ്മ ഒലിയും തങ്ങളുടെ ഭരണകൂടങ്ങൾക്ക് സംഭവിച്ച വീഴ്ചയുടെ ആഴം തിരിച്ചറിഞ്ഞത് ജനങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്നാണ്. ഇത് വെറും ഒരു ഭരണമാറ്റമായിരുന്നില്ല, മറിച്ച് കാലങ്ങളായി അവഗണിക്കപ്പെട്ട യുവജനതയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൊട്ടിത്തെറിച്ചതിന്റെ പ്രതിഫലമായിരുന്നു ഈ പ്രതിഷേധങ്ങൾ. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയുടെ നേതാവായിരുന്നു ഷെയ്ഖ് ഹസീന. ഇവരാണ് 50 വർഷങ്ങൾക്കു ശേഷം മറ്റൊരു വിപ്ലവത്തിന് ഇരയായതും. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകൾക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വഹിച്ച ഒരു ജനതയുടെ വികാരങ്ങളെയാണ് ആ പാർട്ടി പ്രതിനിധാനം ചെയ്തത്. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ അവാമി ലീഗ് സർക്കാർ സ്വയം സ്വേച്ഛാധിപര്യമായ മാറി എന്ന ആരോപണവും ശക്തമായി. യുവജനങ്ങൾ തെരുവിലിറങ്ങി. ഒരു വിപ്ലവത്തിന് ജന്മം നൽകിയ പാർട്ടി മറ്റൊരു വിപ്ലവത്തിന്റെ ഇരയായി മാറി എന്നത് ചരിത്രത്തിന്റെ ഒരു ക്രൂരമായ വിരോധാഭാസമാണ്. നേപ്പാളിൽ രാജവാഴ്ചയെ താഴെയിറക്കാൻ മുൻനിരയിൽ നിന്ന KP ശർമ്മ ഒലി ഇപ്പോൾ താൻ തന്നെ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് ഇരയായിരിക്കുന്നു. രാജവാഴ്ച തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്ന ചില വിഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നിരിക്കെ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച ജനരോക്ഷത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ഭരണകൂടം തകർന്നടിഞ്ഞു. ബംഗ്ലാദേശിൽ വിവേചനത്തിനെതിരെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ എന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ പോരാടി. അവർ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിനെ ധീരമായി നേരിട്ടു. നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടും അവർ പിന്തിരിഞ്ഞില്ല. ആ രക്തസാക്ഷിത്വം അവരുടെ പോരാട്ടങ്ങൾക്ക് കൂടുതൽ കരുത്തേകി. ഒടുവിൽ അധികാരികൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു. നേപ്പാളിൽ സ്വയം ജെൻസി എന്ന് വിശേഷിപ്പിച്ച ഒരു കൂട്ടം യുവജനങ്ങളാണ് പ്രതിഷേധത്തിന് തിരികൊളുത്തിയത്. സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരെ തുടങ്ങിയ പ്രക്ഷോഭം പിന്നീട് സർക്കാരിനെതിരായ വ്യാപകമായ പ്രതിഷേധമായി മാറി. ഈ സാഹചര്യത്തിലും മരണങ്ങളും അടിച്ചമർത്തലുകളും അവരുടെ പോരാട്ട വീര്യത്തെ ശമിപ്പിച്ചില്ല, മറിച്ച് അത് ആളി കത്തിക്കുകയായിരുന്നു. ബംഗ്ലാദേശിലെ പ്രതിഷേധത്തിന്റെ കാതൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിൻഗാമികൾക്ക് ലഭിക്കുന്ന സംവരണത്തിന് എതിരായ പോരാട്ടമായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ച യുവജനങ്ങൾ ഈ സംവരണങ്ങൾ തങ്ങളുടെ തൊഴിൽ അവസരങ്ങളെ ഇല്ലാതാക്കുന്നു എന്ന് തിരിച്ചറിയുകയും നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ അവർ തെരുവിലേക്ക് ഇറങ്ങി. നേപ്പാളിൽ സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരായ സമരം പിന്നീട് നെപ്പോ കിഡ്സ് എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയി മാറിയതോടെ പുതിയ ദിശയിലേക്ക് മാറി. രാഷ്ട്രീയക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്ന പ്രത്യേക പരിഗണനയും വ്യാപകമായ അഴിമതിയും ജനങ്ങളെ രോഷാകുലരാക്കി. സാധാരണക്കാർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുമ്പോൾ ഭരണാധികാരികൾ ആഡംബര ജീവിതം നയിക്കുന്നതിനെതിരെ ഉയർന്നു വന്ന രോക്ഷമായിരുന്നു ആ പ്രതിഷേധങ്ങളുടെ ശക്തിയും. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ നടത്തിയ ശക്തമായ അടിച്ചമർത്തൽ 1500-ലധികം പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടു. പക്ഷേ ഓരോ മരണവും പ്രക്ഷോഭത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അവസാനം പ്രതിഷേധക്കാർ തങ്ങളുടെ വസതിയിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. നേപ്പാളിലും ഇതേ കാഴ്ച തന്നെയായിരുന്നു. പോലീസും ജലപീരങ്കികളും വെടിയുണ്ടകളും ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ നേരിട്ടു. ഈ അടിച്ചമർത്തലുകൾ 19 പേർ കൊല്ലപ്പെട്ടു. പക്ഷേ അത് ഒലി സർക്കാരിന്റെ വീഴ്ചയ്ക്ക് വേഗത കൂട്ടി. അധികാരം ഉപേക്ഷിക്കുക അല്ലാതെ മറ്റു വഴികളില്ലെന്ന് അദ്ദേഹത്തിന് ഒടുവിൽ മനസ്സിലാക്കേണ്ടി വന്നു. ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അടിച്ചമർത്തലുകളിലൂടെയും ഏകാധിപത്യപരമായ നയങ്ങളിലൂടെയും ജനങ്ങളുടെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന സത്യവും. യുവജനങ്ങളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും അവഗണിക്കുമ്പോൾ അത് വലിയൊരു സാമൂഹിക സ്ഫോടനത്തിന് വഴി തുറക്കും.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച